Hi all, welcome to Wings to Win Education. ഫസ്റ്റ് അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഇൻകം തിയറി അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസ് എന്നൊക്കെയാണ് കെയ്ൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കൺസംഷൻ തിയറിക്ക് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, കെയ്ൻസ് കൺസംഷൻ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 തിയറീസ് ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. വൺ ഈസ് അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസ് ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ. സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഗ്രാഫിക്കലി അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസ് കെയ്ൻസ് 1936 അദ്ദേഹത്തിന്റെ ജനറൽ തിയറിയിലൂടെയാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് പല എക്കണോമിസ്റ്റുകളും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു തിയറി കൂടെയാണ്. എന്താണ് അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസ്? അബ്സല്യൂട്ട് ഇൻകം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ കറന്റ് ടൈമിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഇൻകത്തെയാണ് അബ്സല്യൂട്ട് ഇൻകം എന്നുള്ള രീതിയിൽ കണക്കാക്കിയിട്ടുള്ളത്. അബ്സല്യൂട്ട് ഇൻകത്തിൽ നിന്നും എത്ര ഇൻകം അദ്ദേഹം കൺസംഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അബ്സല്യൂട്ട് ഇൻകത്തിന്റെ എത്ര പോർഷൻ കൺസംഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അബ്സല്യൂട്ട് ഇൻകത്തിന്റെ ബേസിലായിരിക്കും ഒരു ഇൻഡിവിജ്വൽ കൺസംഷൻ നടത്തുന്നത്. അല്ലാതെ മറ്റു രീതിയിലുള്ള പെർമനന്റ് ഇൻകമോ ലൈഫ് സൈക്കിളിൽ അദ്ദേഹത്തിന് കിട്ടിയ ഇൻകമോ അതുപോലുള്ള റിലേറ്റീവ് ഇൻകമോ അതുപോലുള്ള ഒരു ഇൻകവും അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്തിന്റെ ബേസിലാണ് ഒരു വ്യക്തി കൺസംഷൻ നടത്തുന്നത്? അബ്സല്യൂട്ട് ഇൻകത്തിന്റെ ബേസിലാണ്. ഒരു നിശ്ചിത പീരീഡിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഇൻകം, കറന്റ് ഇൻകം, അതിനെയാണ് അബ്സല്യൂട്ട് ഇൻകം എന്നുള്ളത് കൊണ്ട് കെയ്ൻസ് അർത്ഥമാക്കുന്നത്. ഈ അബ്സല്യൂട്ട് ഇൻകത്തിന്റെ എത്ര പോർഷൻ കൺസംഷന് വേണ്ടിയിട്ട് ഡിവോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസ് വഴി കെയ്ൻസ് മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ എല്ലാ ഫാക്ടേഴ്സിനെയും കോൺസ്റ്റന്റ് ആക്കിയിട്ട് നിലനിർത്തിയാൽ കൺസംഷനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് അല്ലെ, കെയ്ൻസ് തന്നെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള പല ഫാക്ടേഴ്സും നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത്തരം ഫാക്ടേഴ്സിനെ എല്ലാം ഇവിടെ എന്ത് ചെയ്യുന്നു? കോൺസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? നിലനിർത്തുന്നു. ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുമ്പോൾ ഇൻകം മാത്രം വാരി ചെയ്താൽ ഒരു വ്യക്തിയുടെ കൺസംഷനിൽ എന്ത് മാറ്റം വരുന്നു? ഇൻകം കൂടുന്തോറും കൺസംഷനിൽ എന്ത് മാറ്റം വരുന്നു, ഇൻകം കുറയും തോറും കൺസംഷനിൽ എന്ത് മാറ്റം വരുന്നു എന്നുള്ളതാണ് കെയ്ൻസ് അനലൈസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കൺസംഷനെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കെയ്ൻസ് യൂസ് ചെയ്തിട്ടുള്ളത് ഏത് വേരിയബിൾ ആണ്? അബ്സല്യൂട്ട് ഇൻകം ആണ്. അബ്സല്യൂട്ട് ഇൻകം ഒരു വ്യക്തിയുടെ കയ്യിലുള്ള പീരീഡ് ഓഫ് ടൈമിൽ, ഒരു നിശ്ചിത പീരീഡ് ഓഫ് ടൈമിൽ ഒരു വ്യക്തിയുടെ കയ്യിലുള്ള കറന്റ് ഇൻകത്തെയാണ് കെയ്ൻസ് അബ്സല്യൂട്ട് ഇൻകം ആയിട്ട് കണക്കാക്കിയിട്ടുള്ളത്. ഈ അബ്സല്യൂട്ട് ഇൻകത്തിന്റെ ബേസിലാണ് എന്ത് നടക്കുന്നത്? കൺസംഷൻ നടക്കുന്നത്. ഈ കൺസംഷന് വേണ്ടിയിട്ട് ഈ അബ്സല്യൂട്ട് ഇൻകത്തെ എങ്ങനെയെല്ലാമാണ് ഡിവോട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് കെയ്ൻസ് പറയുന്നത്. ഇൻകം കൂടുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്? കൺസംഷനും കൂടുന്നുണ്ട്. പക്ഷെ എന്താണ്? ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ്ലി എന്നുള്ളതാണ്. ഇൻകം കൂടുന്തോറും കൺസംഷന് വേണ്ടിയിട്ട് ഒരു വ്യക്തി നീക്കി വെക്കുന്ന തുക എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ ഇൻകം കൂടുന്ന അതേ തോതിൽ എന്തും കൂടില്ല, കൺസംഷന്റെ തോതും കൂടില്ല എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ദെൻ ഇതുപോലെ തന്നെ ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള പല ജെയിംസ് ടോബിനെ പോലുള്ള ആർതർ സ്മിത്തിനെ പോലുള്ള ഒരുപാട് എക്കണോമിസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. According to absolute income theory, the level of consumption expenditure depends on the absolute level of income, with APC declining as the level of income increases. ഇതാണ് തിയറി. എന്തേ ഉള്ളൂ? ഒരു കാര്യം മാത്രമേ അതിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുള്ളൂ. എന്താണ്? അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഇൻകം തിയറി എന്ന് പറയുന്നത് എന്താണ്? കൺസംഷൻ എക്സ്പെൻഡിച്ചർ അബ്സല്യൂട്ട് ഇൻകവുമായി റിലേറ്റഡ് ആയിരിക്കുന്നു. അബ്സല്യൂട്ട് ഇൻകവുമായിട്ടാണ് ലെവൽ ഓഫ് കൺസംഷൻ റിലേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്.
അബ്സല്യൂട്ട് ഇൻകത്തിലെ മാറ്റമാണ് കൺസംഷനിലും പ്രതിഫലിക്കുന്നത്. ഇതിൽ മാത്രമല്ല APC എന്ന് പറയുന്നത് ഇൻകം കൂടുന്തോറും ഡിക്ലൈനിങ് ടെൻഡൻസി കാണിക്കുന്നു. ഇൻകം കൂടുന്തോറും APC കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അബ്സല്യൂട്ട് ഇൻകം കൂടുന്തോറും APC ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കെയ്ൻസിന്റെ കണ്ടെത്തൽ. ഇനി അബ്സല്യൂട്ട് ഇൻകം തിയറി പ്രകാരം കൺസംഷൻ ഇൻകം റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നോൺ പ്രൊപ്പോർഷണൽ ആണ്. എങ്ങനെയാണ് ആ നോൺ പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് കാണുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഗ്രാഫിൽ കാണിക്കുന്നത്. നമുക്കറിയാം എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ലെവൽ ഓഫ് ഇൻകവും വൈ ആക്സിസിൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറുമാണ് ഡെപിക്ട് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഡോട്ടഡ് ലൈൻ എന്താണ്? ഇൻകത്തെയാണ് കാണിക്കുന്നത്. ഇൻകം കൂടുന്തോറും കൺസംഷൻ ഇങ്ങനെ C3 ആയിട്ട് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രൊപ്പോർഷണൽ റിലേഷൻ എന്ന് പറയുന്നത്. ഇൻകം കൂടുന്തോറും ഇത് ഇൻകം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡോട്ടഡ് ലൈൻ ഇൻകം ലൈനാണ്. ഈ ഇൻകം എന്ത് ചെയ്യുന്നുണ്ട്? കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അതുപോലെ ഈ C3 കൺസംഷൻ ഇങ്ങനെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അതെന്താണ്? പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പാണ്. ലോങ് റണ്ണിൽ എന്താണ്? കൺസംഷൻ ഫംഗ്ഷൻ എന്ത് റിലേഷനാണ്? പ്രൊപ്പോർഷണൽ റിലേഷനാണ്. ലോങ് റണ്ണിൽ കൺസംഷൻ എന്ന് പറയുന്നത് എന്ത് റിലേഷനാണ്? കൺസംഷനും ഇൻകവും തമ്മിൽ പ്രൊപ്പോർഷണൽ റിലേഷനാണ്. പക്ഷേ ഷോർട്ട് റണ്ണിൽ നോൺ പ്രൊപ്പോർഷണൽ റിലേഷനാണ്. കാരണം ഇൻകം കൂടുമ്പോഴും കൺസംഷൻ എങ്ങനെയാണ്? C1 ആയിട്ടോ C2 ആയിട്ട് ഇതുപോലുള്ള രീതിയിലാണ് എന്ത് കൂടുന്നത്? കൺസംഷൻ കൂടുന്നത്. കാരണം ഇത് ഇൻകവും കൺസംഷനും തമ്മിലുള്ള ഗ്യാപ്പ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ ഗ്യാപ്പാണ് സേവിങ് ഗ്യാപ്പ് എന്നറിയപ്പെടുന്നത്. ഇങ്ങനെ ഇൻകം കൂടുന്തോറും ആ തുക മൊത്തം എന്തിലേക്ക് പോകുന്നില്ല? കൺസംഷനിലേക്ക് പോകുന്നില്ല. പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? കൺസംഷന് ഇൻകത്തെ നമുക്ക് ഡിസ്പോസിബിൾ ഇൻകത്തെ രണ്ട് രീതിയിൽ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാം. എങ്ങനെയൊക്കെയാണ്? ഒന്നെങ്കിൽ കൺസംഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സേവിങ്ങിന് വേണ്ടിയിട്ട്. ഇതിന് രണ്ടിനും വേണ്ടിയിട്ട് മാത്രമാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഡിസ്പോസിബിൾ ഇൻകം യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻകം കൂടുന്തോറും കൺസംഷൻ കൂടുന്നില്ല. കൺസംഷൻ കൂടുന്നുണ്ട്, പക്ഷെ ഇൻകത്തിന്റെ അതേ അളവിൽ കൺസംഷൻ കൂടുന്നില്ല. പിന്നെ ഈ ബാക്കി വരുന്ന ഇൻകം എങ്ങോട്ട് പോകുന്നു? സേവിങ്സിലേക്ക് പോകുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് സേവിങ് ഗ്യാപ്പാണ്. ഈ സേവിങ് ഗ്യാപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇൻകം കൂടുന്തോറും സേവിങ് ഗ്യാപ്പ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം എന്താണ്? സേവിങ് ഇൻക്രീസിങ് ടെൻഡൻസിയാണ് കാണിക്കുന്നത്. കെയ്ൻസ് പറയുന്നത് അബ്സല്യൂട്ട് ഇൻകവും കൺസംഷനും പോസിറ്റീവ്ലി റിലേറ്റഡ് ആണ്. പക്ഷെ ഇൻകം കൂടുന്തോറും കൺസംഷൻ കൂടുന്നു ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ്ലി എന്നുള്ളതാണ്. ഇവിടെ നോക്കാം, C1 C2 ആയിട്ട് കൺസംഷൻ പോകുന്നുണ്ട്. ഒരിക്കലും C3 എന്നുള്ള രീതിയിൽ കെയ്ൻസിന്റെ കൺസംഷൻ പോവില്ല. അതായത് പ്രൊപ്പോർഷണൽ ആയിട്ട് കെയ്ൻസിന്റെ കൺസംഷൻ പോവില്ല. കെയ്ൻസിന്റെ കൺസംഷൻ എന്ന് പറയുന്നത് ഷോർട്ട് റൺ മാത്രമാണ്. ലോങ് റണ്ണിൽ കെയ്ൻസ് എന്താ പറഞ്ഞിട്ടുള്ളത്? അവിടെ ഓൾ ആർ ഡെഡ് എന്നുള്ളതാണ്. അതായത് ലോങ് റണ്ണിൽ ഇക്കോണമിയിൽ ഒന്നിൻ്റെയും അനാലിസിസിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഷോർട്ട് റണ്ണിൽ മാത്രമാണ് കെയ്ൻസ് അനാലിസിസ് നടത്തിയിട്ടുള്ളത്. ലോങ് റണ്ണിൽ കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ആയിരിക്കും. C3 എന്ന് പറയുന്ന രീതിയിൽ ഇൻകത്തിന് സമാനമായിട്ട് ഇൻകത്തിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും ആര് പോകുന്നത്? കൺസംഷൻ പോകുന്നത്. പക്ഷെ ലോങ് റണ്ണിൽ എങ്ങനെയായിരിക്കും? ഈ C1 നോക്കുക, ഇതുപോലെ ആയിരിക്കും. നോൺ പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും കൺസംഷൻ പോകുന്നത്. ഇനി C1 നിന്നും C2 ആയിട്ട് എന്ത് ഷിഫ്റ്റ് ചെയ്യാം? കൺസംഷൻ ഫംഗ്ഷൻ ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നത്? ഇങ്ങനെ ഷിഫ്റ്റ് സംഭവിക്കുന്നത് ഇൻകം അല്ലാത്ത മറ്റു ഫാക്ടേഴ്സിൽ വല്ല ചേഞ്ചസും ഉണ്ടായാലാണ് കൺസംഷൻ ഫംഗ്ഷൻ C1 നിന്നും C2 ആയതുപോലെ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇൻകം അല്ലാത്ത മറ്റു ഫാക്ടേഴ്സ് ലെവൽ ഓഫ് ഇൻകം ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ലെവൽ ഓഫ് ഇൻകം കുറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഇതിൽ തന്നെ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടും, കുറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. പക്ഷെ ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യും, അല്ലാണ്ട് ഷിഫ്റ്റ് നടക്കില്ല. കൺസംഷൻ കേർവിൽ ഒരു ഷിഫ്റ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ ലെവൽ ഓഫ് ഇൻകം അല്ലാത്ത, അബ്സല്യൂട്ട് ഇൻകം അല്ലാത്ത മറ്റു ഫാക്ടേഴ്സിൽ ചേഞ്ചസ് വരുമ്പോഴാണ് കൺസംഷൻ ഫംഗ്ഷൻ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ C1 നിന്നും C2 ആയിട്ട് ഫംഗ്ഷൻ ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെവൽ ഓഫ് ഇൻകം അല്ലാത്ത മറ്റു ഫാക്ടേഴ്സിൽ എന്തെങ്കിലും ചേഞ്ച് വരണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ കെയ്ൻസ് അദ്ദേഹത്തിൻ്റെ ജനറൽ തിയറിയിലാണ് ഇങ്ങനെ ഒരു ആശയം, കൺസംഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ അതിന് തിയററ്റിക്കലി ഒരുപാട് ഷോർട്ട് കംസ് ഉണ്ട്. അതായത് അതിൻ്റെ ഷോർട്ട് കംസിനെ എല്ലാം ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റു തിയറീസ് കൺസംഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മറ്റു തിയറീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഡ്യൂസംബറിനെ പോലുള്ള, മോഡിഗ്ലിയാനിനെ പോലുള്ള
എക്കണോമിസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തരം ജെയിം കെയ്ൻസിൻ്റെ ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്നും മാറി ചിന്തിച്ച് പല രീതിയിലും ഇക്കോണമീനെ ലോങ് ടേം ആയിട്ട് തന്നെ ഇക്കോണമീനെ അനലൈസ് ചെയ്തിട്ട് പുതിയ കൺസംഷൻ തിയറീസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ജെയിം കെയ്ൻസിൻ്റെ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസ് തിയറിക്ക് ശേഷം നമുക്ക് പഠിക്കാനുള്ളതാണ് ഇത്തരം ഈ വരുന്ന പെർമനന്റ് ഇൻകം ഹൈപ്പോത്തസിസ്, അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ്, റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ്. ഈ ഒരു 3 തിയറിയിലേക്കും നമുക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് കൺസംഷൻ തിയറി, പ്രധാനപ്പെട്ട ഒരു കൺസംഷൻ തിയറിയാണ് റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ്. റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഡ്യൂസംബെറിയാണ്. ജെയിംസ് ഡ്യൂസംബെറിയാണ് റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. എന്താണ് റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ് പറയുന്നത്? അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസിൽ നിന്നും വിപരീതമായിട്ട് കൺസംഷൻ എന്തുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു? റിലേറ്റീവ് ഇൻകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അബ്സല്യൂട്ട് ഇൻകവുമായിട്ടല്ല, റിലേറ്റീവ് ഇൻകവുമായിട്ടാണ് കൺസംഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ജെയിംസ് ഡ്യൂസംബെറിയുടെ ആർഗ്യുമെന്റ്. അദ്ദേഹം ഇത് ഒരു ടൈം സീരീസ് ഡാറ്റയുടെ ബേസിലാണ് ഇങ്ങനെ ഒരു ഫൈൻഡിങ്സ് നടത്തിയിട്ടുള്ളത്. ടൈം സീരീസ് ഡാറ്റ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാമിലി ക്ലാസ്സസ് എടുത്തു. ഡിഫറെൻറ്റ് ഫാമിലി ക്ലാസ്സസിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസംഷൻ ഫംഗ്ഷനാണ് കണ്ടുവരുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ്. ഇതെന്താണ് എന്നുള്ളത് നമ്മൾ ഇനി നോക്കാം, വിശദമായിട്ട് തന്നെ എങ്ങനെയാണ് ഇത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. അദ്ദേഹം ഡിഫറെൻറ്റ് ക്ലാസ്സസ്, അതായത് ഹൈ ഇൻകം ഗ്രൂപ്പ്സ്, ലോവർ ഇൻകം ഗ്രൂപ്പ്സ്, മിഡിൽ ക്ലാസ്, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻകം ഗ്രൂപ്പ്സിനെ എടുത്തു. ഈ ഡിഫറെൻറ്റ് ഇൻകം ഗ്രൂപ്പ്സിലും ഡിഫറെൻ്റ് ആയിട്ടാണ് കൺസംഷൻ പാറ്റേണും കൺസംഷൻ ഫംഗ്ഷനും കണ്ടുവരുന്നത് എന്നുള്ളതാണ് ഡ്യൂസംബെറിയുടെ ആർഗ്യുമെൻറ്റ്. അദ്ദേഹം പറയുന്നത് ഒരു വ്യക്തിയുടെ ഇൻകം കൂടട്ടെ കുറയട്ടെ, അതിനനുസരിച്ച് കൺസംഷനിൽ മാറ്റം വരുന്നില്ല. പക്ഷേ എന്തിലാണ് സ്പെൻഡിങ് പാറ്റേൺ ചേഞ്ച് ചെയ്യുന്നത്? റിലേറ്റീവ് പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോഴാണ്. ഒരു വ്യക്തിയുടെ റിലേറ്റീവ് പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോഴാണ് എന്ത് മാറ്റം വരുന്നത്? സ്പെൻഡിങ്ങിൽ അല്ലെങ്കിൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറിൽ മാറ്റം വരുന്നത്. എന്താണ് ഈ റിലേറ്റീവ് പൊസിഷൻ എന്നുള്ളതും എന്താണ് റിലേറ്റീവ് ഇൻകം എന്നുള്ളതും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. ജെയിംസ് ഡ്യൂസംബെറിയുടെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസംഷൻ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ഇൻകവുമായിട്ട് ഡിപ്പെൻഡഡ് അല്ല, അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഇൻകം അല്ല കൺസംഷൻ തീരുമാനിക്കുന്നത്. അറ്റ് ദി സെയിം ടൈം കൺസംഷൻ തീരുമാനിക്കുന്നത് റിലേറ്റീവ് ഇൻകമാണ്. ഒരു വ്യക്തിയുടെ റിലേറ്റീവ് ഇൻകവുമായിട്ടാണ് എന്ത് റിലേറ്റ് ചെയ്യുന്നത്? ഡ്യൂസംബെറി കൺസംഷനെ റിലേറ്റ് ചെയ്യുന്നത്. ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ ഒരു കൺസ്യൂമറുടെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ കയ്യിലുള്ള അബ്സല്യൂട്ട് ഇൻകത്തെ ആര് കൺസിഡർ ചെയ്യുന്നില്ല? നമ്മുടെ ഡ്യൂസംബെറി കൺസിഡർ ചെയ്യുന്നില്ല. കൺസിഡർ ചെയ്താൽ കൂടി ആ ഒരു അബ്സല്യൂട്ട് ഇൻകത്തിലെ ചേഞ്ചസ് കൺസംഷനെ അധികം അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഡ്യൂസംബെറിയുടെ കണ്ടെത്തൽ. മറിച്ച് ഡ്യൂസംബെറിയുടെ കണ്ടെത്തൽ റിലേറ്റീവ് ഇൻകത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. റിലേറ്റീവ് ഇൻകമാണ് കൺസംഷനെ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് ഡ്യൂസംബെറി പറയുന്നത്. എങ്ങനെയാണ് റിലേറ്റീവ് ഇൻകം? എന്താണ് റിലേറ്റീവ് ഇൻകം? എന്തുമായിട്ടാണ് റിലേറ്റീവ് ഇൻകം? റിലേറ്റ് ചെയ്യുന്ന ഇൻകം ആണല്ലേ. എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്? നെയ്ബറിങ് ഫാമിലീസ്, അവരുടെ നെയ്ബേഴ്സ് ആയിട്ടുള്ള ഫാമിലീസിൻ്റെ കൺസംഷൻ പാറ്റേൺ വെച്ചിട്ടാണ് ആര് കൺസംഷൻ നടത്തുന്നത്? ഓരോ വ്യക്തിയും കൺസംഷൻ നടത്തുന്നത്. അതായത് അവർ ഏത് കമ്മ്യൂണിറ്റിയിലാണോ ജീവിക്കുന്നത് ആ കമ്മ്യൂണിറ്റിയിലെ കൺസംഷൻ പാറ്റേൺ ആണ് ആര് പിന്തുടരുക? ഒരു കൺസ്യൂമർ, ഒരു ഇൻഡിവിജ്വൽ പിന്തുടരുക. ഒരിക്കലും അവരുടെ കയ്യിലുള്ള അബ്സല്യൂട്ട് ഇൻകത്തെ അല്ല, ഇൻകമല്ല കൺസംഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഡ്യൂസംബെറിയുടെ കണ്ടെത്തൽ. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തിയുടെ അബ്സല്യൂട്ട് ഇൻകം ഇൻക്രീസ് ചെയ്തു, നെയ്ബറിങ് ഫാമിലീസിൻ്റെ അബ്സല്യൂട്ട് ഇൻകവും ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ആ ഒരു സമയത്ത് എന്തുണ്ടാവില്ല? കൺസംഷനിൽ അധികം ചേഞ്ച് വരില്ല, മാറ്റം വരില്ല. കൺസംഷൻ പാറ്റേൺ സെയിം ആയിട്ട് തുടരും. കാരണം എന്താണ്? അവരുടെ റിലേറ്റീവ് ഇൻകത്തിൽ മാറ്റം വന്നില്ല. കാരണം അവരുടെ മാത്രമല്ല, അവരുടെ റിലേറ്റീവ്സ്, അവരുടെ നെയ്ബേഴ്സിൻ്റെ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ നെയ്ബറിങ് ഫാമിലീസിൻ്റെ ഇൻകത്തിലും എന്ത് വന്നു? സെയിം രീതിയിലുള്ള വർധന വന്നു. അപ്പോൾ അവരും എന്ത് ചെയ്തു? കൺസംഷൻ ഇൻക്രീസ് ചെയ്തു. ആ ഇൻക്രീസിങ് ആരും നടത്തി? ഈ ഇൻഡിവിജ്വലും നടത്തി. അപ്പോൾ ഒരു ഇമിറ്റേഷൻ ആണ് അവിടെ നടക്കുന്നത്. റിലേറ്റീവ് ഇൻകം അദ്ദേഹം ജീവിക്കുന്ന ഫാമിലിയിൽ അല്ലെ അദ്ദേഹം ജീവിക്കുന്ന കമ്മ്യൂണിറ്റിയിലെ നെയ്ബേഴ്സിൻ്റെ ഇൻകം നോക്കിയിട്ടാണ്, നെയ്ബറിങ് ഫാമിലീസിൻ്റെ ഇൻകവുമായിട്ടാണ് ആര് കൺസംഷനെ ഡിറ്റർമിൻ ചെയ്യുന്നത്? ജെയിംസ് ഡ്യൂസംബെറി കൺസംഷനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ് പ്രകാരം അല്ലെങ്കിൽ RIT റിലേറ്റീവ് ഇൻകം തിയറി പ്രകാരം കൺസംഷൻ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ഇൻകവുമായി ഡിപ്പെൻഡഡ് അല്ല. അറ്റ് ദി സെയിം ടൈം ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ റിലേറ്റീവ് ഇൻകം.
മാത്രമല്ല ഈ റിലേറ്റീവ് ഇൻകം കൂടുന്തോറും APC എന്താണ്, ഡിക്ലൈനിങ് ആണ്. നമ്മൾ അബ്സല്യൂട്ട് ഇൻകത്തിൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ റിലേറ്റീവ് ഇൻകം കൂടുന്തോറും APC ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഈസ് ഡിക്ലൈനിങ്. ഇനി എക്സാമ്പിളായിട്ട് കറണ്ട് ഇൻകം ഇൻക്രീസ് ചെയ്യാണ്. കറണ്ട് ഇൻകം പീക്ക് ലെവലിനേക്കാൾ കൂടുതലായിട്ട്, മുമ്പ് എത്രയായിരുന്നോ പീക്ക് ലെവൽ അതിനേക്കാൾ കൂടുതലായിട്ട് കറണ്ട് ലെവൽ ഓഫ് ഇൻകം ഇൻക്രീസ് ചെയ്യാണ്. പക്ഷേ കൺസംഷൻ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഇൻകത്തിലുണ്ടായിട്ടുള്ള അതേ ചേഞ്ചസിൽ എന്തിൽ കാണിക്കില്ല, കൺസംഷനിൽ കാണിക്കില്ല. ഇൻകം കൂടി അതേ പ്രൊപ്പോർഷണലിൽ ആര് കൂടില്ല, കൺസംഷൻ കൂടില്ല. ദെൻ റിലേറ്റീവ് ഇൻകം തിയറി പ്രകാരം ചേഞ്ചസ് ഇൻ കറണ്ട് കൺസംഷൻ ആർ നോട്ട് പ്രൊപ്പോർഷണൽ ടു ദി ചേഞ്ചസ് ഇൻ കറണ്ട് ഇൻകം. കറണ്ട് ഇൻകത്തിനനുസരിച്ചായിരിക്കില്ല കറണ്ട് കൺസംഷൻ്റെ ചേഞ്ചസ് എന്നുള്ളതാണ് റിലേറ്റീവ് ഇൻകം തിയറി അവതരിപ്പിക്കുന്നത്. ഇനി കറണ്ട് ഇൻകവും പീക്ക് ഇൻകവും ഒരുമിച്ച് ഗ്രോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കൺസംഷൻ എന്തായിരിക്കും, പ്രൊപ്പോർഷണൽ ആയിട്ട് തന്നെ ചേഞ്ച് ചെയ്യും. കറണ്ട് ഇൻകം അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള പീക്ക് ഇൻകവും ഒരുപോലെയാണ് ഗ്രോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കൺസംഷനും എന്ത് ചെയ്യും, പ്രൊപ്പോർഷണലായിട്ട് ഗ്രോ ചെയ്യും. പക്ഷേ കറണ്ട് ഇൻകം മാത്രമാണ് ഗ്രോ ചെയ്തു പോകുന്നത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രൊപ്പോർഷണലായിട്ടുള്ള ഒരു ചേഞ്ചസ് കൺസംഷനിൽ കാണാനാവില്ല എന്നുള്ളതാണ്. ജെയിംസ് ഡ്യൂസൻബറി സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ സെറ്റപ്പിലെ കമ്മ്യൂണിറ്റിയിലേക്ക് ഒബ്സർവ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് സമൂഹത്തെ ഒബ്സർവ് ചെയ്തുകൊണ്ട് അദ്ദേഹം തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം. അതായത് ഒരു കമ്മ്യൂണിറ്റിയിൽ, ഒരു സോഷ്യൽ സെറ്റപ്പിൽ ഇൻഡിവിജ്വൽസ് എപ്പോഴും ഇമിറ്റേഷൻ ടെൻഡൻസി കാണിക്കുന്നവരാണ്. അല്ലെങ്കിൽ തൻ്റെ നെയ്ബേഴ്സിനെ കോപ്പി ചെയ്തിട്ട് ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് ഓരോ വ്യക്തികളും ജീവിക്കുന്നത് എന്നുള്ളതാണ് ഡ്യൂസൻബറിയുടെ ഫൈൻഡിങ്സ്. ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു നെയ്ബേഴ്സിൻ്റെ ഇൻകവുമായിട്ടാണ് എപ്പോഴും ഇൻഡിവിജ്വൽസ് അവരുടെ ഇൻകത്തെ കമ്പയർ ചെയ്യുന്നത്. ഈ ഒരു റിലേറ്റീവ് ഇൻകമാണ് എന്ത് തീരുമാനിക്കുന്നത്, കൺസംഷൻ തീരുമാനിക്കുന്നത്. ഇനി ഒരു വ്യക്തി, ഒരു കമ്മ്യൂണിറ്റിയിലെ ഒരു കൂട്ടം ആളുകൾ ഹയർ ഇൻകം ഗ്രൂപ്പാണ്. അവരുടെ കൺസംഷൻ എന്ന് പറയുന്നത് അതിനനുസരിച്ച് ഉയർന്നതായിരിക്കും. പക്ഷെ ഒരു ലോവർ ഇൻകമുള്ള അല്ലെങ്കിൽ ഒരു മിഡിൽ ഇൻകമുള്ള വ്യക്തി ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ലോവർ ലെവൽ ഓഫ് ഇൻകം അച്ചീവ് ചെയ്ത വ്യക്തി, ലോവർ ലെവൽ ഓഫ് ഇൻകം അല്ലെങ്കിൽ മിഡിൽ ഗ്രൂപ്പിലുള്ള വ്യക്തി എന്ത് ചെയ്യും, ഈ ഹയർ ലെവൽ ഓഫ് ഇൻകം ഉള്ള നെയ്ബേഴ്സിനെ എന്ത് ചെയ്യും, ഇമിറ്റേറ്റ് ചെയ്യും. അവർ കടം വാങ്ങിച്ചിട്ടോ മറ്റു രീതിയിലോ ഈ ഒരു ഹയർ ഇൻകം ഉള്ള ഗ്രൂപ്പിനെ എന്ത് ചെയ്യും, ഇമിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അബ്സല്യൂട്ട് ഇൻകം അല്ല അവരുടെ കൺസംഷൻ തീരുമാനിക്കുന്നത്. പിന്നെന്താണ്, ഇങ്ങനെ അദ്ദേഹം ജീവിക്കുന്ന കമ്മ്യൂണിറ്റിയിലെ നെയ്ബേഴ്സിൻ്റെ ഇൻകം ഗ്രൂപ്പ് വെച്ചിട്ട് അവരുടെ കൺസംഷൻ ലെവൽ നോക്കിയിട്ടാണ് എന്ത് തീരുമാനിച്ചത്, ഇദ്ദേഹത്തിൻ്റെ കൺസംഷൻ ലെവൽ അദ്ദേഹം തീരുമാനിച്ചത്. അതിനെയാണ് ജെയിംസ് ഡ്യൂസൻബറി ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ് എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ജെയിംസ് ഡ്യൂസൻബറിയുടെ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ് തിയറി പ്രകാരം കൺസംഷൻ കറണ്ട് ഇൻകത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്തല്ല നിൽക്കുന്നത്. കറണ്ട് ഇൻകത്തേക്കാൾ കൂടുതലായിട്ട് പ്രീവിയസ്ലി അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് പാസ്റ്റ് വരെ ആ ഒരു ഇൻഡിവിജ്വൽ അച്ചീവ് ചെയ്തിട്ടുള്ള, എൻജോയ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ് കൺസംഷൻ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. ഇനി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അദ്ദേഹം എൻജോയ് ചെയ്തിട്ടുള്ള, ഇമ്മീഡിയറ്റ് പാസ്റ്റ് വരെ അദ്ദേഹം എൻജോയ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ കൺസംഷനിൽ എന്ത് ചെയ്യും, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ ഒരു മാറ്റം വരുത്താനും അദ്ദേഹം തയ്യാറാവില്ല. അത് വീണ്ടും ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ലാതെ ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ നിന്നും എന്ത് ചെയ്യാൻ തയ്യാറാവില്ല, താഴേക്ക് പോകാൻ ഒരിക്കലും ആ ഒരു വ്യക്തി തയ്യാറാവില്ല. ഈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അദ്ദേഹം ഇമ്മീഡിയറ്റ് പാസ്റ്റ് വരെ അച്ചീവ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നോക്കിയിട്ടായിരിക്കും പിന്നീട് അദ്ദേഹത്തിൻ്റെ കൺസംഷൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഇൻകം കുറഞ്ഞെങ്കിൽ കൂടെ, ലെവൽ ഓഫ് ഇൻകത്തിൽ ഫോളിംഗ് ഉണ്ടായാൽ പോലും, കറണ്ട് ഇൻകത്തിൽ ഫോൾ ഉണ്ടായാൽ പോലും എന്ത് ചെയ്യില്ല, അത് അത്രത്തോളം കൺസംഷൻ കുറയ്ക്കാൻ അദ്ദേഹം തയ്യാറാവില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അവിടെ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇൻകം കൂടുന്തോറും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും അദ്ദേഹം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇൻകം കുറഞ്ഞാൽ കൺസംഷൻ കുറയ്ക്കേണ്ടതായിട്ട് വരും. അദ്ദേഹത്തിന് നിവൃത്തിയില്ലാതെ എന്ത് ചെയ്യേണ്ടി വരും, മറ്റൊരു മാർഗവും ഇല്ലാതെ അദ്ദേഹം നിർബന്ധിതമാവുകയാണ്. ഇൻകം ഫോളോ ചെയ്താൽ കൺസംഷൻ ഫോളോ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം നിർബന്ധിതമാവുന്നു. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇൻകം ഫോളോ ചെയ്ത അതേ തോതിൽ കൺസംഷൻ ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം റെഡിയാവില്ല.
ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു ലെക്ചറർക്ക് ടെമ്പററി കമ്മീഷൻ കിട്ടി. അദ്ദേഹം ഒരു ടെമ്പററി കമ്മീഷൻ അച്ചീവ് ചെയ്തു. ആ ഒരു കമ്മീഷൻ അച്ചീവ് ചെയ്ത സമയത്ത് അദ്ദേഹം ഹയർ ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ ആയിരുന്നു ജീവിച്ചു പോന്നിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഹയർ ആയിരുന്നു. പക്ഷേ ആ ഒരു ടെമ്പററി കമ്മീഷൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്താൽ അദ്ദേഹം എന്തിനു തയ്യാറാവില്ല? ഈ ഒരു കൺസംഷൻ ലെവൽ അദ്ദേഹം അച്ചീവ് ചെയ്ത സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ നിന്നും താഴേക്ക് പോകാൻ അദ്ദേഹം തയ്യാറാവില്ല. ഇങ്ങനെ പ്രീവിയസ്ലി അച്ചീവ് ചെയ്തിട്ടുള്ള ഇൻകം കുറയുന്നതിനനുസരിച്ച് കൺസംഷൻ കുറക്കാൻ ആര് തയ്യാറാവില്ല? ഇൻഡിവിജ്വൽസ് തയ്യാറാവില്ല. അതിനെയാണ് റാച്ചറ്റ് ഇഫക്റ്റ് ആയിട്ട് ഡ്യൂസംബറി പറയുന്നത്. ഈ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് ഡ്യൂസംബറി മുന്നോട്ട് വെക്കുന്നത് റാച്ചറ്റ് ഇഫക്റ്റ് ആണ്. റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം റാച്ചറ്റ് ഇഫക്റ്റ് ആണ്. എന്താണ് റാച്ചറ്റ് ഇഫക്റ്റ്? റാച്ചറ്റ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻകം കൂടും തോറും കൺസംഷൻ കൂടുന്നു. പക്ഷെ ഇൻകം കുറഞ്ഞാൽ കൺസംഷൻ അത്രത്തോളം കുറക്കാൻ ആര് തയ്യാറാവില്ല? ഇൻഡിവിജ്വൽസ് തയ്യാറാവില്ല. അതിനെയാണ് എന്ത് പറയുന്നത്? റാച്ചറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇൻകം കുറഞ്ഞാൽ കൺസംഷൻ കുറയില്ല, കൺസംഷൻ കുറയ്ക്കില്ല. അതിനെയാണ് റാച്ചറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഡയഗ്രാം ഡ്യൂസംബറിയുടെ ലോങ് റണ്ണും ഷോർട്ട് റണ്ണും കൺസംഷൻ ഫംഗ്ഷനെയാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ എക്സ് ആക്സിസിൽ ഇൻകവും വൈ ആക്സിസിൽ കൺസംഷനുമാണ് കാണിക്കുന്നത്. ഇൻകം അല്ലെങ്കിൽ ടോട്ടൽ പർച്ചേസിംഗ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പർച്ചേസിംഗ് പവറാണ്. നമ്മുടെ ലെവൽ ഓഫ് ഇൻകം ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യാം. അപ്പം ആദ്യമായിട്ട് ഈ ഒരു ഒറിജിനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? ലോങ് റൺ കൺസംഷൻ ഫംഗ്ഷൻ ആണ്. ഇക്കോണമി ആദ്യം അച്ചീവ് ചെയ്യുന്നത് ലോങ് റൺ കൺസംഷൻ ഫംഗ്ഷൻ ആണ്. എ എന്ന് പറയുന്ന പോയിന്റിലാണ് ഒരു കമ്മ്യൂണിറ്റി ആദ്യമായിട്ട് നിലനിൽക്കുന്നത്. ഈ എ എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് അവിടെ എന്താണ്? എല്ലാതും എക്വിലിബ്രിയത്തിലെത്തിയ ഒരു സിറ്റുവേഷനാണ്. ടോട്ടൽ പർച്ചേസിങ്ങും ടോട്ടൽ കൺസംഷനും എല്ലാം എന്താണ്? ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ എ എന്ന് പറയുന്നത് ഒരു ഇക്വിലിബ്രിയം പോയിന്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി ഒരു വ്യക്തിയുടെ ഇൻകം എ എന്ന് പറയുന്ന സമയത്ത് 500 ആയിരുന്നു പർച്ചേസിംഗ് പവർ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ പർച്ചേസിംഗ് അല്ലെങ്കിൽ ഇൻകം എന്ന് പറയുന്നത് 500 ആയിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഇൻകം 200 ആയിട്ട് ഫോൾ ചെയ്താൽ, 500 നിന്നും 200 ആയിട്ട് ഫോൾ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ കൺസംഷൻ എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കാം. ഇവിടെ 500 നിന്നും 200 ആയിട്ട് എന്ത് ഫോൾ ചെയ്തു? നമ്മുടെ ലെവൽ ഓഫ് ഇൻകം അല്ലെങ്കിൽ പർച്ചേസിംഗ് പവർ ഡിക്ലൈൻ ചെയ്തു. ഈ സമയത്ത് എയിൽ നിന്നും എ ഡാഷ് ആയിട്ട് എന്ത് കുറയണമായിരുന്നു? കൺസംഷൻ കുറയണമായിരുന്നു. പക്ഷെ ഒരിക്കലും എ ഡാഷ് ആയിട്ട് എന്ത് കുറയില്ല? കൺസംഷൻ കുറയില്ല. എത്രയേ കുറയൂ? ഈ ബി, എയിൽ നിന്നും ബിയിലേക്കുള്ള ഇത്രയും ചേഞ്ച് എന്തിൽ വരൂ? കൺസംഷനിൽ വരൂ എന്നുള്ളതാണ് ആര് പറയുന്നത്? ഡ്യൂസംബറി പറയുന്നത്. 240 ആയിട്ട് കുറയും. ഇവിടെ 500 ഇൻകം ഉള്ള സമയത്ത് 320 ആയിരുന്നു എന്ത്? കൺസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 500 നിന്നും 200 ആയിട്ട് കുറയുമ്പോൾ എന്തായിട്ട് മാറണം? ഇവിടെ ഇത്രയായിട്ട് കൺസംഷൻ കുറയണം. പക്ഷെ ഇത്രയായിട്ട് കൺസംഷൻ കുറഞ്ഞോ? ഇല്ല. ചെറിയ തോതിലുള്ള കുറവ് മാത്രമേ സംഭവിച്ചുള്ളൂ. ഈ 240 ആയിട്ട് എന്ത് നിലനിന്നു? ബി എന്ന് പറയുന്ന പോയിന്റിൽ കൺസംഷൻ അവിടെ എന്ത് വില കൊടുത്തിട്ടും കൺസ്യൂമർ കീപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഇൻകം കുറയുന്നത് പോലെ തന്നെ വളരെ സ്പീഡിൽ എന്ത് കുറയില്ല? അദ്ദേഹം പ്രീവിയസ്ലി അച്ചീവ് ചെയ്തിട്ടുള്ള കൺസംഷൻ പാറ്റേണിൽ നിന്നും വിട്ടിട്ട് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഡിക്ലൈൻ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇൻഡിവിജ്വലും തയ്യാറാവില്ല. ഇനി അതേസമയം ഇൻകം കൂടിയാൽ എന്ത് സംഭവിക്കും? 500 നിന്നും പെട്ടെന്ന് 700 ആയിട്ട് ഇൻകം കൂടിയാൽ എന്ത് സംഭവിക്കും? സ്ലൈറ്റ് ഇൻക്രീസിങ് ആണ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഷോർട്ട് റൺ കൺസംഷൻ ഫംഗ്ഷനിൽ എന്ത് ചെയ്യും? എയിൽ നിന്നും സിയിലേക്കാണ് ചേഞ്ച് ചെയ്യുക, അല്ലേ? എയിൽ നിന്നും സിയിലേക്കാണ് ചേഞ്ച് ചെയ്യുക. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ലൈറ്റ് ആയിട്ടുള്ള ഇൻക്രീസ് ആണ് കൺസംഷനിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു? 500 നിന്നും 700 ആയിട്ട് കൺസംഷൻ കൂടുമ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ത് ചെയ്യും? അവർ കൂട്ടും. അപ്പോൾ എന്ത് ചെയ്യും? എയിൽ നിന്നും ഡിയിലേക്ക് 3 എന്ന് പറയുന്ന കൺസംഷൻ ഫംഗ്ഷനിലേക്ക് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യും. എയിൽ നിന്നും ഡിയിലേക്ക് എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യും. ഇനി വീണ്ടും ഇൻകം 700 നിന്നും 500 ആയിട്ട് കുറഞ്ഞാലോ? ഡിയിൽ നിന്നും എയിലേക്ക് കൺസംഷൻ പോവോ? ഇല്ല. ഡിയിൽ നിന്നും ഇയിലേക്ക് കൺസംഷൻ പോവും. കാരണം ഇപ്പോൾ അദ്ദേഹം അച്ചീവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എൻജോയ് ചെയ്തിട്ടുള്ള ഹയസ്റ്റ് ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് ഈസ് അറ്റ് ദി പോയിന്റ് ഡി. അപ്പോൾ ആ ഒരു ഡിയിൽ നിന്നും വളരെ താഴോട്ട് പോകാൻ ആര് വില്ലിങ് ആവില്ല? ഇൻഡിവിജ്വൽ വില്ലിങ് ആവില്ല. അപ്പോൾ എന്ത് ചെയ്യും? ചെറിയ തോതിലുള്ള സ്ലൈറ്റ് ആയിട്ടുള്ള ഡിക്രീസിങ് മാത്രമേ എന്തുണ്ടായിരിക്കുള്ളൂ?
അദ്ദേഹത്തിൻ്റെ കൺസംഷൻ പാറ്റേണിൽ വരും. അപ്പോൾ ഡിയിൽ നിന്നും ഇ ആയിട്ട് കുറയും അല്ലേ. ഇത്രയും കുറയേണ്ട സ്ഥാനത്ത് ഇവിടെ ഒരു 400 തന്നെ അത് നിലനിർത്തും, ഇ ആയിട്ട് കുറയും. ഇതിനെയാണ് റാച്ചറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇൻകം കൂടുമ്പോൾ അതേ തോതിൽ എന്ത് കൂടുന്നുണ്ട്? കൺസംഷൻ കൂടുന്നുണ്ട്. പക്ഷെ ഇൻകം കുറയുമ്പോൾ അതേ തോതിൽ എന്ത് കുറയുന്നില്ല? കൺസംഷൻ കുറയുന്നില്ല. അതാണ്, ഇൻകം കുറയും തോറും കൺസംഷനും അതേ തോതിൽ കുറക്കാൻ ആര് വില്ലിങ് ആവുന്നില്ല? ഇൻഡിവിജ്വൽസ് വില്ലിങ് ആവുന്നില്ല. ഇതിനെയാണ് റാച്ചറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഈ റാച്ചറ്റ് ഇഫക്റ്റ് ആണ് റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസിന് കാരണം എന്നുള്ളതാണ് ഡ്യൂസംബറി ചൂണ്ടിക്കാണിക്കുന്നത്. ജെയിംസ് ഡ്യൂസംബറിയുടെ അഭിപ്രായത്തിൽ എന്താണ് കൺസംഷൻ എന്ന് പറയുന്നത് അദ്ദേഹം അച്ചീവ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അദ്ദേഹം അച്ചീവ് ചെയ്തിട്ടുള്ള കൺസംഷൻ സ്റ്റാൻഡേർഡ്, ഒരു വ്യക്തി അച്ചീവ് ചെയ്തിട്ടുള്ള കൺസംഷൻ സ്റ്റാൻഡേർഡ് നോട്ട് ഈസിലി റിവേഴ്സ്ഡ്, പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു അച്ചീവ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡിൽ നിന്നും പെട്ടെന്ന് താഴേക്ക് പോകാൻ ഒരു ഇൻഡിവിജ്വലും തയ്യാറാവില്ല. ഇനി അദ്ദേഹം ഈ ഒരു റാച്ചറ്റ് ഇഫക്റ്റിന് പുറമെ മറ്റൊരു ഇഫക്റ്റും കൂടെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഇമിറ്റേഷൻ, അതിനും അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള ടേമാണ് ഡിമോൺസ്ട്രേഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇമിറ്റേഷനെ തന്നെയാണ് ഡിമോൺസ്ട്രേഷൻ ഇഫക്റ്റ് ആയിട്ട് കണക്കാക്കുന്നത്. ലോവർ ഇൻകം ഗ്രൂപ്പ്സ് എപ്പോഴും ഹയർ ഇൻകം ഗ്രൂപ്പ്സിന്റെ കൺസംഷൻ പാറ്റേൺ ഫോളോ ചെയ്യാൻ തുടങ്ങും. അത് അങ്ങനെ പ്രൊപ്പൻസിറ്റി ടു സേവിൽ വളരെയധികം വീക്കനിങ് സംഭവിക്കുകയും ചെയ്യും. ഇപ്പോഴും ലോവർ ഇൻകം ഗ്രൂപ്പ്സ് ഹയർ ഇൻകം ഗ്രൂപ്പ്സിന്റെ കൺസംഷൻ പാറ്റേണും അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതും എന്തിന് കാരണമായിട്ട് വരുന്നുണ്ട്? പ്രൊപ്പൻസിറ്റി ടു സേവ് വീക്കൻ ചെയ്തിട്ട് ഇങ്ങനെ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസിലേക്ക് അല്ലെങ്കിൽ റിലേറ്റീവ് ഇൻകത്തെ ബേസ് ചെയ്തിട്ട് കൺസംഷൻ നടത്തുന്നതിനുള്ള ഒരു രീതിയിലേക്ക് ഇക്കോണമിയെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഡ്യൂസംബറിയുടെ ആർഗ്യുമെന്റ്സ്. അദ്ദേഹം ഇതിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് എന്താണ്? കൺസംഷൻ ബിഹേവിയർ എന്ന് പറയുന്നത് ഇന്റർ ഡിപ്പെൻഡൻ്റ് ആണ്, ഒരിക്കലും എന്തല്ല? ഇൻഡിപെൻഡൻ്റ് അല്ല. കൺസംഷൻ ഓരോ വ്യക്തികളുടെയും കൺസംഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് അല്ല, ഇന്റർ ഡിപ്പെൻഡൻ്റ് ആണ്. ഓരോ വ്യക്തികളുടെയും കൺസംഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? ഡിപ്പെൻഡൻ്റ് ആണ്. ദെൻ കൺസംഷൻ റിലേഷൻസ് ആർ ഇറിവേഴ്സിബിൾ ഓവർ ടൈം. കൺസംഷൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. ഇൻകം കൂടുന്തോറും കൺസംഷൻ കൂടുന്നുണ്ട്, പക്ഷേ ഇൻകം കുറയും തോറും കൺസംഷൻ വളരെ പെട്ടെന്ന് കുറക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ജെയിംസ് ഡ്യൂസംബറിയുടെ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസിന്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. കൺസംഷൻ തിയറിയിൽ മറ്റൊരു പ്രധാന തിയറിയാണ് പെർമനന്റ് ഇൻകം ഹൈപ്പോത്തസിസ്. പെർമനന്റ് ഇൻകം ഹൈപ്പോത്തസിസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് മിൽട്ടൺ ഫ്രീഡ്മാൻ ആണ് പെർമനന്റ് ഇൻകം ഹൈപ്പോത്തസിസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിൽ അദ്ദേഹം പറയുന്നത് പെർമനന്റ് ഇൻകം എന്ന് പറയുന്നത് ലൈഫ് ടൈം ഇൻകത്തിന് സമാനമാണ്. പെർമനന്റ് ഇൻകം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ലൈഫ് ടൈം അദ്ദേഹം അച്ചീവ് ചെയ്യുന്ന ഇൻകത്തിന് സമാനമായിട്ടുള്ള ഇൻകമാണ് പെർമനന്റ് ഇൻകം എന്ന് പറയുന്നത്. ഈ പെർമനന്റ് ഇൻകത്തെ ബേസ് ചെയ്തിട്ടാണ് കൺസംഷൻ നിലനിൽക്കുന്നത്. ഇങ്ങനെ കിട്ടുന്ന ഇത്തരത്തിലുള്ള പെർമനന്റ് ഇൻകത്തെ ബേസ് ചെയ്തിട്ടാണ് ഒരു വ്യക്തിയുടെ കൺസംഷൻ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് പെർമനന്റ് ഇൻകം ഹൈപ്പോത്തസിസിലൂടെ മിൽട്ടൺ ഫ്രീഡ്മാൻ മുന്നോട്ട് വെക്കുന്നത്. എന്താണ് ഈ പെർമനന്റ് ഇൻകം? ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ റിയൽ ആയിട്ടുള്ള വെൽത്തുകളും അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ സ്കില്ല് വഴി, ട്രെയിനിങ് വഴിയൊക്കെ, എഡ്യൂക്കേഷൻ വഴിയൊക്കെ അദ്ദേഹം ആർജിച്ചെടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലും കൂടെ അതിൽ നിന്നും കിട്ടുന്ന റിട്ടേൺ, ഇതിൽ രണ്ടും കൂടുമ്പോഴാണ് റിയൽ വെൽത്തും ഫിനാൻഷ്യൽ വെൽത്തും അതുപോലെ ഹ്യൂമൻ ക്യാപിറ്റലും കൂടെ കൂടുമ്പോൾ എന്തായിട്ട് മാറും? പെർമനന്റ് ഇൻകം ആയിട്ട് മാറും. എങ്ങനെ? ഈ മൂന്നും റിയൽ വെൽത്ത്, ഫിനാൻഷ്യൽ വെൽത്ത്, ഹ്യൂമൻ ക്യാപിറ്റൽ, ഇതിൽ നിന്നെല്ലാം കിട്ടുന്നതിൻ്റെ റിട്ടേൺ, ഇതിൽ നിന്നുമെല്ലാം അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ, അതിൻ്റെ ആവറേജിനെയാണ് എന്ത് പറയുന്നത്? പെർമനന്റ് ഇൻകം ആയിട്ട് കണക്കാക്കുന്നത്. റിയൽ വെൽത്ത്, ഫിനാൻഷ്യൽ വെൽത്ത്, ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ സ്കില്ലിലൂടെയും ട്രെയിനിങ്ങിലൂടെയും എഡ്യൂക്കേഷനിലൂടെയും എല്ലാം ഒരു വ്യക്തി ആർജിച്ചെടുക്കുന്നതാണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത്തരത്തില് ഹ്യൂമൻ ക്യാപിറ്റൽ, റിയൽ വെൽത്ത്, ഫിനാൻഷ്യൽ വെൽത്ത്, ഇവയിൽ നിന്നെല്ലാം ആ വ്യക്തി എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ, അതിൻ്റെ ആവറേജ് ആണ് എന്ത്? പെർമനന്റ് ഇൻകം എന്നുള്ള രീതിയിൽ മിൽട്ടൺ ഫ്രീഡ്മാൻ കണക്കാക്കിയിട്ടുള്ളത്. ഇങ്ങനെ ഈ പെർമനന്റ് ഇൻകത്തെ ബേസ് ചെയ്തിരിക്കും ഒരാളുടെ കൺസംഷൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തിയറി. ഇനി ഈ മെഷേർഡ് ഇൻകത്തെ ഇങ്ങനെ ഹ്യൂമൻ ക്യാപിറ്റലിൽ നിന്നും റിയൽ ഇൻകത്തിൽ നിന്നും ഫിനാൻഷ്യൽ വെൽത്തിൽ നിന്നും എല്ലാം കിട്ടുന്ന റിട്ടേണിനെ അതിൻ്റെ ആവറേജ് എടുത്ത് കിട്ടുന്ന ആ ഒരു ഇൻകത്തെ അദ്ദേഹം രണ്ടായിട്ട്, ഇങ്ങനെ മെഷർ ചെയ്ത ഇൻകത്തെ അദ്ദേഹം രണ്ടായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? പെർമനന്റ് ഇൻകം ആൻഡ് ട്രാൻസിറ്ററി ഇൻകം. ഇങ്ങനെ കിട്ടുന്ന അദ്ദേഹത്തിൻ്റെ പെർമനന്റ് ഇൻകത്തെ അദ്ദേഹം മെഷേർഡ് ഇൻകത്തെ
ഇങ്ങനെ മെഷർ ചെയ്ത് കിട്ടുന്ന ഒരു ഇൻകം ഉണ്ടാവും. അത് ഈ മെഷേർഡ് ഇൻകവും പെർമനന്റ് ഇൻകവും എന്താണ്? രണ്ടാണ്. മെഷേർഡ് ഇൻകത്തിൽ പെർമനന്റ് ഇൻകവും കിട്ടും, ട്രാൻസിറ്ററി ഇൻകം കിട്ടും. നമ്മൾ പറഞ്ഞ പോലെ റിയൽ വെൽത്ത്, ഫിനാൻഷ്യൽ വെൽത്ത്, ഹ്യൂമൻ ക്യാപിറ്റൽ ഇവയ്ക്ക് എന്താണ്? ഏകദേശം ഈക്വൽ ആയിരിക്കും. അതായത് ഓരോ ഇയറിലും ഏകദേശം ഇതെന്താണ്? ഒരു പെർമനന്റ് ആയിട്ട് വരും. ഇതിൽ നിന്നും കിട്ടുന്നതാണ് പെർമനന്റ് ഇൻകം. ഇതിലേക്ക് ട്രാൻസിറ്ററി ഇൻകം കൂടെ കൂട്ടുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്? ട്രാൻസിറ്ററി മെഷേർഡ് ഇൻകം ആയിട്ട് മാറുന്നത്. ട്രാൻസിറ്ററി ഇൻകവും പെർമനന്റ് ഇൻകത്തിന്റെ കൂടെ കൂടുമ്പോഴാണ് ഒരു വ്യക്തിയുടെ മെഷേർഡ് ഇൻകം ആയിട്ട് മാറുന്നത്. മെഷേർഡ് ഇൻകം എന്ന് പറയുന്നത് പെർമനന്റ് ഇൻകത്തിൽ നിന്നും ചെറിയ വ്യത്യാസമുണ്ട്. ഈ മെഷേർഡ് ഇൻകം എന്ന് പറയുന്നത് പെർമനന്റ് ഇൻകവും ട്രാൻസിറ്ററി ഇൻകവും കൂടിയതാണ്. പെർമനന്റ് ഇൻകം എന്ന് പറയുമ്പോൾ റിയൽ വെൽത്ത്, ഫിനാൻഷ്യൽ വെൽത്ത്, ഹ്യൂമൻ ക്യാപിറ്റൽ ഇവയിൽ നിന്നുമൊക്കെ ഒരു വ്യക്തി ആർജിച്ചെടുക്കുന്ന റിട്ടേൺ ആണ്. ഇതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഇൻകത്തെയാണ് പെർമനന്റ് ഇൻകം എന്ന് പറയുന്നത്. റിയൽ, ഫിനാൻഷ്യൽ, അതുപോലെ ഹ്യൂമൻ ക്യാപിറ്റൽ ഇതിൽ നിന്നെല്ലാം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പെർമനന്റ് ഇൻകം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? പെർമനന്റ് ഇൻകം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കൂടെ ട്രാൻസിറ്ററി ഇൻകം കൂടെ കിട്ടും. ട്രാൻസിറ്ററി ഇൻകം എന്ന് പറയുമ്പോൾ അത് ടെമ്പററി ആണ്. അതായത് ഈ മെഷേർഡ് ഇൻകം, അതായത് പെർമനന്റ് ഇൻകവും ട്രാൻസിറ്ററി ഇൻകവും കൂടുന്ന മെഷേർഡ് ഇൻകം എന്താവാം? ഒന്നെങ്കിൽ പെർമനന്റ് ഇൻകത്തേക്കാൾ കൂടുതലാകാം, അല്ലെങ്കിൽ പെർമനന്റ് ഇൻകത്തേക്കാൾ കുറവാവാം, അല്ലെങ്കിൽ പെർമനന്റ് ഇൻകത്തിന് ഈക്വൽ ആയിരിക്കാം. മെഷേർഡ് ഇൻകം എന്ന് പറയുന്നത് പെർമനന്റ് ഇൻകത്തേക്കാൾ കൂടുതലാവാം, പെർമനന്റ് ഇൻകത്തേക്കാൾ കുറവാവാം, അല്ലെങ്കിൽ പെർമനന്റ് ഇൻകത്തിന് ഈക്വൽ ആവാം. അപ്പോൾ എങ്ങനെയാണ് ഈക്വൽ ആവുന്നത്? പെർമനന്റ് ഇൻകം മാത്രമാണ് ആ വ്യക്തിക്കുള്ളത്, അല്ലെങ്കിൽ ട്രാൻസിറ്ററി ഇൻകം ഇല്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്? പെർമനന്റ് ഇൻകത്തിന് ഈക്വൽ ആണ്. ഇനി ട്രാൻസിറ്ററി ഇൻകം പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് അദ്ദേഹത്തിന് ബോണസ് ആയിട്ടോ അങ്ങനെയൊക്കെ കൂടുതൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ട്രാൻസിറ്ററി ഇൻകത്തിൽ പെടും. ഈ ട്രാൻസിറ്ററി ഇൻകം പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്? മെഷേർഡ് ഇൻകം പെർമനന്റ് ഇൻകത്തേക്കാൾ കൂടുതലായിരിക്കും. ഇനി നെഗറ്റീവ് ട്രാൻസിറ്ററി ഇൻകം ആണ് എന്നുണ്ടെങ്കിൽ, നെഗറ്റീവ് ട്രാൻസിറ്ററി ഇൻകം ആണ് അദ്ദേഹത്തിന് ഉള്ളത്, അദ്ദേഹത്തിന്റെ കൈവശം വെക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തായിട്ട് മാറും? അത് മെഷേർഡ് ഇൻകം ഈസ് ലെസ് ദാൻ പെർമനന്റ് ഇൻകം എന്നുള്ളതായിട്ട് മാറും. നോക്കാം എങ്ങനെയാണ് ഇത് പോസിറ്റീവ് ആവുന്നത്, എങ്ങനെയാണ് നെഗറ്റീവ് ആവുന്നത് എന്ന് നോക്കാം. എക്സാമ്പിളായിട്ട് ഒരു വർക്കർക്ക് സ്പെഷ്യൽ ബോണസ് കിട്ടി. ഇപ്പം ഓണം അല്ലെങ്കിൽ പെരുന്നാൾ സമയത്തെല്ലാം ആ ഒരു വ്യക്തിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബോണസ് കിട്ടി. അതെന്താണ്? ആ ഒരു പീരീഡിൽ മാത്രമുള്ളതാണ് അല്ലേ ആ ബോണസ്. അതെന്തിൽ വരും? ട്രാൻസിറ്ററി ഇൻകത്തിൽ വരും. അത് ടെമ്പററി ആയതുകൊണ്ട് തന്നെ അതെന്ത് വരും? ട്രാൻസിറ്ററി ഇൻകത്തിൽ വരും. അതായത് പെർമനന്റ് ഇൻകത്തോട് കൂടിയിട്ട് ഈ സ്പെഷ്യലായിട്ട് അദ്ദേഹത്തിന് കിട്ടിയ ബോണസും കൂടെ കൂടും. അപ്പോൾ എന്താവും? മെഷേർഡ് ഇൻകം, പെർമനന്റ് ഇൻകവും ട്രാൻസിറ്ററി ഇൻകവും കൂടുന്നതാണ് മെഷേർഡ് ഇൻകം. അപ്പോൾ മെഷേർഡ് ഇൻകം എന്തായിട്ട് കൂടും? പോസിറ്റീവായിട്ട് മാറും. ഇനി നോക്കാം, അദ്ദേഹത്തിൻ്റെ പെട്ടെന്ന് എന്തെങ്കിലും ലോസ് ഉണ്ടായി, ഇപ്പം ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻ, കോവിഡ് സിറ്റുവേഷനൊക്കെ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു മന്തിലെ സാലറി അങ്ങോട്ട് വെട്ടിക്കുറച്ചു, കട്ട് ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള ലോസൊക്കെ ഉണ്ടാകുമ്പോൾ അതെന്ത് ചെയ്യും? ട്രാൻസിറ്ററി ഇൻകം നെഗറ്റീവായിട്ട് മാറും. അത് എവിടെ നിന്ന് എടുക്കേണ്ടി വരും? നമ്മുടെ പെർമനന്റ് ഇൻകത്തിൽ നിന്നും അതെന്ത് ചെയ്യേണ്ടി വരും? മൈനസ് ചെയ്യേണ്ടി വരും. അതായത് മെഷേർഡ് ഇൻകം അപ്പം എന്തായിട്ട് മാറും? മൈനസ് ആയത് കാരണം, ട്രാൻസിറ്ററി ഇൻകം മൈനസ് ആയത് കാരണം മെഷേർഡ് ഇൻകം ഈസ് ലെസ് ദാൻ പെർമനന്റ് ഇൻകം എന്നുള്ളതായിട്ട് മാറും. ഇതുപോലെ തന്നെ ഇതാണ് മെഷേർഡ് ഇൻകത്തെ ട്രാൻസിറ്ററി ഇൻകം എന്നും പെർമനന്റ് ഇൻകം എന്നും മിൽട്ടൺ ഫ്രീഡ്മാൻ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഇൻകത്തെ ഡിവൈഡ് ചെയ്തതുപോലെ തന്നെ ഫ്രീഡ്മാൻ എന്തും ചെയ്തിട്ടുണ്ട്? നമ്മുടെ മെഷേർഡ് കൺസംഷനെയും പെർമനന്റ് കൺസംഷൻ, ട്രാൻസിറ്ററി കൺസംഷൻ എന്ന കോമ്പോണൻസിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെഷേർഡ് കൺസംഷനെയും പെർമനന്റ് കൺസംഷൻ, ട്രാൻസിറ്ററി കൺസംഷൻ എന്നിങ്ങനെ രണ്ടായിട്ട് മിൽട്ടൺ ഫ്രീഡ്മാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ട്രാൻസിറ്ററി ഇൻകം, പെർമനന്റ് ഇൻകം പറഞ്ഞതുപോലെ തന്നെ എന്താണ്? നമ്മുടെ ട്രാൻസിറ്ററി കൺസംഷൻ്റെയും പെർമനന്റ് കൺസംഷൻ്റെയും കാര്യം സെയിം ആണ്. മെഷേർഡ് ഇൻകം എന്ന് പറയുന്നത് പെർമനന്റ് ഇൻകവും ട്രാൻസിറ്ററി ഇൻകവും കൂടിയതാണ്. ഈ മെഷേർഡ് ഇൻകം പെർമനന്റ് ഇൻകത്തേക്കാൾ കൂടുതലാവാം, കുറവാവാം, അല്ലെങ്കിൽ ഈക്വൽ ആവാം. അതുപോലെ തന്നെ പെർമനന്റ് കൺസംഷനും ട്രാൻസിറ്ററി കൺസംഷനും കൂടിയതാണ് മെഷേർഡ് കൺസംഷൻ അല്ലെങ്കിൽ ആക്ച്വൽ കൺസംഷൻ എന്ന് പറയുന്നത്. ഈ മെഷേർഡ് കൺസംഷൻ എന്താവാം? പെർമനന്റ് കൺസംഷനേക്കാൾ കൂടുതലാവാം, അല്ലെങ്കിൽ കുറവാവാം, അല്ലെങ്കിൽ ഈക്വൽ ആവാം. നമ്മുടെ മറ്റു ഇൻകത്തിൻ്റെ അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇൻകം ഡിവൈഡ് ചെയ്തിട്ടുള്ള എന്താണ്? YM മെഷേർഡ് ഇൻകം എന്താണ്? YP പ്ലസ് YT. എം എന്ന് പറയുന്നത് മെഷേർഡ്,
ഇൻകം, വൈ ഇൻകം അല്ലെ, മെഷേർഡ് ഇൻകം. വൈ പി എന്ന് പറയുമ്പോൾ പെർമനന്റ് ഇൻകം, വൈ ടി ട്രാൻസിറ്ററി ഇൻകം. ഇങ്ങനെ ട്രാൻസിറ്ററി ഇൻകവും പെർമനന്റ് ഇൻകവും കൂടുന്നതാണ് മെഷേർഡ് ഇൻകം എന്ന് പറയുന്നത്. ദെൻ കൺസംഷനോ മെഷേർഡ് കൺസംഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, പെർമനന്റ് കൺസംഷനും ട്രാൻസിറ്ററി കൺസംഷനും കൂടുന്നതാണ്. ഇനി നോക്കാം എന്താണ് നമ്മുടെ തിയറി പറയുന്നത്. ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്ത് വെച്ചു. ഇനി അദ്ദേഹം പറയുന്നത് എന്താണ്, ലെവൽ ഓഫ് കൺസംഷൻ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് അല്ലെങ്കിൽ റിലേറ്റീവ് ഇൻകവുമായിട്ടല്ല ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, പെർമനന്റ് ഇൻകവുമായിട്ടാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പെർമനന്റ് ഇൻകം ആണ് എന്ത് തീരുമാനിക്കുന്നത്, ഒരു വ്യക്തിയുടെ കൺസംഷൻ തീരുമാനിക്കുന്നത്. ഇവിടെ APC എന്ന് പറയുന്നത് റിമൈനിങ് കോൺസ്റ്റന്റ്. പെർമനന്റ് ഇൻകം ഇൻക്രീസ് ചെയ്യും തോറും APC എന്താണ്, കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കും. ഇനി കറന്റ് ഇൻകം ഡിക്ലൈൻ ചെയ്യും തോറും എന്ത് ചെയ്യും, കറന്റ് ഇൻകം ഇൻക്രീസ് ചെയ്യും തോറും APC എന്ത് ചെയ്യും, ഡിക്ലൈൻ ചെയ്യും. നോക്കുക, പെർമനന്റ് ഇൻകം കൂടുന്തോറും APC കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുന്നു, കറന്റ് ഇൻകം കൂടുന്തോറും APC ഡിക്ലൈൻ ആയിട്ട് നിലനിൽക്കുന്നു. പെർമനന്റ് ഇൻകത്തേക്കാൾ കൂടുതലാണ് കറന്റ് ഇൻകം എന്നുണ്ടെങ്കിൽ APC എന്തായിരിക്കും, അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ഇനി APC പെർമനന്റ് ഇൻകം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചോ, അതായത് കറന്റ് ഇൻകത്തിനേക്കാൾ മുകളിലാണ് പെർമനന്റ് ഇൻകം കൂടിക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ APC എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കും. ഇതൊന്ന് ഓർത്തു വെക്കുക. കൺസംഷൻ തിയറിയിൽ അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതും അവസാനത്തേതുമായ മറ്റൊരു തിയറിയാണ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് മൂന്ന് ഇക്കണോമിസ്റ്റുകൾ കൂടിയിട്ടാണ്. ആരൊക്കെയാണ്, ഫ്രാങ്കോ മോഡിഗ്ലിയാനി, ആൽബർട്ട് ആൻഡോ ആൻഡ് ബ്രംബർഗ്. ഫ്രാങ്കോ മോഡിഗ്ലിയാനി, ആൽബർട്ട് ആൻഡോ ആൻഡ് ബ്രംബർഗ്, ഇവർ മൂന്ന് പേരും കൂടെ ചേർന്നിട്ടാണ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് മിൽട്ടൺ ഫ്രീഡ്മാൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പെർമനന്റ് ഇൻകം ഹൈപ്പോത്തസിസിന് സമാനമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. പെർമനന്റ് ഇൻകം ഹൈപ്പോത്തസിസിൽ മിൽട്ടൺ ഫ്രീഡ്മാൻ പറയുന്നത് എന്താണ്, പെർമനന്റ് ഇൻകവുമായിട്ടാണ് എന്ത് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, കൺസംഷൻ റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസിൽ എന്താണ്, ലൈഫ് സൈക്കിളിൽ ഒരു വ്യക്തിക്ക് ഏൺ ചെയ്യുന്ന, ഒരു ഇൻഡിവിജ്വലിന് ഏൺ ചെയ്യുന്ന ഇൻകവുമായിട്ടാണ് കൺസംഷൻ റിലേറ്റഡ് ആയിട്ടിരിക്കുന്നത്. ഏകദേശം ഒരുപോലെയാണ് എന്നുണ്ടെങ്കിലും ചില സ്ലൈറ്റ് ആയിട്ടുള്ള ചില ഡിഫറൻസസും ഇതിൽ കണ്ടുവരുന്നുണ്ട്. ഇവിടെ കൺസംഷൻ എന്ന് പറയുന്നത് C1 ഈസ് ഈക്വൽ ടു KVT എന്നുള്ള ഇക്വേഷനാണ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസിൽ വരുന്നത്. C1 എന്ന് പറയുന്നത് എന്താണ്, T എന്ന് പറയുന്ന ടൈം പീരീഡിൽ C1 അല്ലെങ്കിൽ CT എന്ന് പറയാം. T എന്ന് പറയുന്ന അല്ലെങ്കിൽ കറണ്ട് പീരീഡിലെ കൺസംഷനെയാണ് C1 അല്ലെങ്കിൽ CT എന്ന് പറയുന്നത്. K എന്ന് പറയുന്നത് എന്താണ്, പ്രൊപ്പോർഷണാലിറ്റിയാണ്. VT എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ ഓഫ് റിസോഴ്സസ്. ഒരു റിസോഴ്സസിൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് സൈക്കിളിൽ, അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതകാലം മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ കിട്ടുന്ന റിസോഴ്സസിൻ്റെ സമ്മിനെയാണ് അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂവിനെയാണ് VT എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ കറണ്ട് കൺസംഷൻ എന്ന് പറയുന്നത് KVT എന്ന് പറയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫ് സൈക്കിളിൽ അദ്ദേഹത്തിന് കിട്ടുന്ന റിസോഴ്സസിൻ്റെ സമ്മിനെയാണ് അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂവിനെയാണ് ലൈഫ് സൈക്കിൾ അദ്ദേഹത്തിൻ്റെ ഇൻകം ആയിട്ട് കണക്കാക്കുന്നത്. അതായത് പെർമനന്റ് ഇൻകത്തിനോട് സമാനമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസിൽ മോഡിഗ്ലാനിയും ആൽബർട്ട് ആൻഡയും ബ്രംബർഗും കൂടെ ചേർന്നിട്ട് ഡിറ്റർമിൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ടോട്ടൽ റിസോഴ്സസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഒരു വ്യക്തിയുടെ, ഒരു ഇൻഡിവിജ്വലിൻ്റെ ടോട്ടൽ റിസോഴ്സസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, സം ഓഫ് ഇൻഡിവിജ്വൽസ് നെറ്റ് വർത്ത് അറ്റ് ദി എൻഡ് ഓഫ് ദി പ്രൊസീഡിങ് പീരീഡ്സിൻ്റെ എൻഡിൽ അദ്ദേഹത്തിന് കിട്ടുന്ന സം ഓഫ് നെറ്റ് വർത്ത്, അദ്ദേഹത്തിൻ്റെ ഇൻകത്തിന്, അദ്ദേഹം ജോലി ചെയ്യുന്ന ഇൻകത്തിന് അദ്ദേഹത്തിന് കിട്ടുന്ന നെറ്റ് വർത്തിനെയാണ് ഇവിടെ നെറ്റ് വർത്ത് അറ്റ് ദി എൻഡ് ഓഫ് ദി പ്രൊസീഡിങ് പീരീഡ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ കൂടെ എന്തെല്ലാം വരും, ഇൻകം ഡ്യൂറിങ് ദി കറണ്ട് പീരീഡ് ഫ്രം ദി നോൺ പ്രോപ്പർട്ടിയിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടുന്ന കറണ്ട് ഇൻകം, ദെൻ ടോട്ടൽ ഇൻകം, നോൺ പ്രോപ്പർട്ടിയിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടുന്ന ഇൻകം, ദെൻ അതിൻ്റെ കൂടെ മറ്റൊന്ന് കൂടെ വരും ടോട്ടൽ ഓഫ് ദി ഡിസ്കൗണ്ടഡ് വാല്യൂ ഓഫ് ദി നോൺ പ്രോപ്പർട്ടിയിൽ നിന്നും കിട്ടുന്ന അദ്ദേഹത്തിൻ്റെ ഡിസ്കൗണ്ടഡ് വാല്യൂ. അതായത് അദ്ദേഹത്തിൻ്റെ എല്ലാ വെൽത്തും കൂടെ കൂടിച്ചേർന്നതാണ്. ഒരു ലൈഫ് സൈക്കിളിൽ അദ്ദേഹത്തിൻ്റെ, ഒരു വ്യക്തിയുടെ എല്ലാ വെൽത്തും കൂടെ കൂടിച്ചേർന്നിട്ടുള്ളതാണ്. എല്ലാ റിസോഴ്സസിൽ നിന്നും കിട്ടുന്ന പ്രസന്റ് വാല്യൂവിനെയാണ് ഇവിടെ ടോട്ടൽ റിസോഴ്സസ് എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ടോട്ടൽ റിസോഴ്സസിൻ്റെ പ്രസന്റ് വാല്യൂവും കൺസംഷനും പ്രൊപ്പോർഷണൽ റിലേഷൻ ആണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇതെല്ലാം, ഈ മൂന്ന് ടോട്ടൽ റിസോഴ്സസ് എന്താണ്,
കൺസംഷനുമായിട്ട് പ്രൊപ്പോർഷനേറ്റ് റിലേഷനാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് പറയുന്നത്. ഇവിടെ ഈ പ്രൊപ്പോർഷണൽ റിലേഷൻ കാണിക്കുന്നതിന് ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. CT കറന്റ് കൺസംഷൻ ഈസ് ഈക്വൽ ടു AYT റൈസ് ടു N പ്ലസ് BAT മൈനസ് 1. ഇനി CT എന്ന് പറയുന്നത് കറന്റ് കൺസംഷൻ ആണ്. YT റൈസ് ടു N എന്ന് പറയുന്നത് എന്താണ്? അഗ്രിഗേറ്റ് നോൺ പ്രോപ്പർട്ടി ഇൻകം ഇൻ പീരിയഡ് ടി. പീരിയഡ് ടിയിൽ ഒരു വ്യക്തിയുടെ അഗ്രിഗേറ്റ് നോൺ പ്രോപ്പർട്ടി ഇൻകം ആണ്. നോൺ പ്രോപ്പർട്ടി ഇൻകത്തിൻ്റെ ടോട്ടലാണ് YT റൈസ് ടു N എന്ന് പറയുന്നത്. ദെൻ AT T മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് വർത്ത് അറ്റ് ദി എൻഡ് ഓഫ് AT മൈനസ് 1. T-1 എന്ന് പറയുന്ന പീരീഡിൽ അദ്ദേഹത്തിൻ്റെ അഗ്രിഗേറ്റ് നെറ്റ് വർത്തിനെയാണ് AT മൈനസ് 1 എന്ന് പറയുന്നത്. ഇനി ഈ എയും ബിയും എന്താണ്? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻസ് ആണ്. പ്രൊപ്പോർഷണൽ റിലേഷൻ കാണിക്കുന്നതാണ് എയും ബിയും കൊടുത്തിട്ടുള്ളത്. അതെന്താണ്? കോൺസ്റ്റന്റ് ആയിട്ടാണ് നിലനിർത്തിയിട്ടുള്ളത്. മോഡിഗ്ലാനിയുടെയും ആൻഡോയുടെയും ബ്രംബെഗിൻ്റെയും എല്ലാം ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് പ്രകാരം കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വെൽത്തും ഏജുമായിട്ട് റിലേറ്റഡ് ആണ്. ഒരു വ്യക്തിയുടെ കറന്റ് ഇൻകത്തേക്കാൾ കൂടുതലായിട്ട് കൺസംഷനെ തീരുമാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വെൽത്തും ഏജും ആണ് എന്നുള്ളതാണ് ഈ ഒരു ഹൈപ്പോത്തസിസ് പറയുന്നത്. അതായത് കറന്റ് ഇൻകം കൺസംഷനെ തീരുമാനിക്കുന്നില്ല എന്നുള്ളതല്ല, കറന്റ് ഇൻകവും കൺസംഷനെ തീരുമാനിക്കുന്നുണ്ട്. കൺസംഷൻ തീരുമാനിക്കുന്നതിൽ ഒരു ഘടകമാണ് കറന്റ് ഇൻകം എന്ന് പറയുന്നത്, ഒരു ഫാക്ടറാണ് കറന്റ് ഇൻകം എന്ന് പറയുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? വെൽത്തും ഏജുമാണ്. ഒരു കറന്റ് ഇൻകം എന്ന് പറയുന്നത് ഒരു ഫാക്ടർ മാത്രമാണ് എന്നുള്ളൂ. പക്ഷെ പ്രധാനപ്പെട്ടിട്ട് വരുന്നത് എന്താണ്? ഈ കറന്റ് ഇൻകം കൂടുന്ന വെൽത്തും അതുപോലെ തന്നെ ഏജും, ആ ഒരു വ്യക്തിയുടെ ഏജുമാണ് കൺസംഷൻ ഡിപ്പെൻഡ് ആയിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഹൈപ്പോത്തസിസ് പറയുന്നത്. ദെൻ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസിൽ കൺസംഷൻ സ്പെൻഡിങ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ടോട്ടൽ വെൽത്ത് ആണ്. ടോട്ടൽ വെൽത്തിനോടാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ കൺസംഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു സെയിം ഏജ് ഉള്ള 2 ഇൻഡിവിജ്വൽസ് ആണെന്നിരിക്കട്ടെ. സെയിം ഏജ് ഉള്ള, അപ്പോൾ 50 വയസ്സുള്ള 2 ഇൻഡിവിജ്വൽസ്, അവരുടെ ഇൻകം എന്ന് പറയുന്നത്, അവരുടെ വെൽത്ത് എന്ന് പറയുന്നത് ഒരാളുടെ വെൽത്തിനേക്കാൾ ഡബിൾ ആണ് മറ്റൊരാളുടെ വെൽത്ത് എന്നുണ്ടെങ്കിൽ വി വുഡ് എക്സ്പെക്ട് ദാറ്റ് ഹിസ് ടോട്ടൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് വുഡ് ഓൾസോ ബി ട്വൈസ് ദാറ്റ് ഓഫ് ഹിസ് പുവർ കൗണ്ടർ പാർട്ട്. അല്ലെ, ഒരു വ്യക്തിക്ക് AB എന്ന് പറയുന്ന 2 ഇൻഡിവിജ്വൽസ് ഉണ്ട്. രണ്ടുപേർക്കും സെയിം ഏജ് ആണ്. അല്ലെ, 50 എന്ന് പറയുന്ന 2 വ്യക്തികൾക്കും സെയിം ഏജ് ആണ് നിലനിൽക്കുന്നത്. ഇനി ഈ ഏജുള്ള A എന്ന് പറയുന്ന 50 വയസ്സുള്ള വ്യക്തിയുടെ ഇൻകം എന്ന് പറയുന്നത് B എന്ന് പറയുന്ന 50 വയസ്സുള്ള വ്യക്തിയുടെ വെൽത്തിനേക്കാൾ കൂടുതലാണ്. എയുടെ വെൽത്ത് ബിയുടെ വെൽത്തിനേക്കാൾ ഡബിൾ ആണ് എന്നുണ്ടെങ്കിൽ എയുടെ കൺസംഷൻ എന്തായിരിക്കും? ബിയുടെ കൺസംഷനേക്കാൾ ഡബിൾ ആയിരിക്കും. അതായത് വെൽത്തോ അല്ലെങ്കിൽ ഏജോ ആണ് എന്ത് തീരുമാനിക്കുന്നത്? കൺസംഷൻ തീരുമാനിക്കുന്നത്. ഏജ് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിന്നാലും വെൽത്ത് എന്ത് ചെയ്യും? അവിടെ പ്രവർത്തിക്കും. വെൽത്ത് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും കൺസംഷൻ വരുന്നത് എന്നുള്ളതാണ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് അവതരിപ്പിക്കുന്നത്. ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് നല്ല രീതിയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്രാഫിക്കലി അനലൈസ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഗ്രാഫിൻ്റെ സഹായത്തോടു കൂടി നമ്മളിതിനെ അനലൈസ് ചെയ്യാണ്. നമ്മളിവിടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ എക്സ്പെക്റ്റഡ് ലൈഫ് ടൈം അസ്യൂം ചെയ്യാണ് ചെയ്യുന്നത്. ഒരു വ്യക്തി 1 വയസ്സ് മുതൽ എത്ര വയസ്സ് വരെ ജീവിക്കും എന്നുള്ളത് നമ്മളൊന്ന് അസ്യൂം ചെയ്യും. ഇവിടെ എടുത്തിട്ടുള്ള വ്യക്തി 75ാമത്തെ വയസ്സിൽ അദ്ദേഹം എന്ത് ചെയ്യും? മരണപ്പെടും. അപ്പോൾ ആ 75 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പെക്റ്റഡ് ഇൻകത്തെയാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, ലൈഫ് ടൈം താഴെ എക്സ് ആക്സിസിലാണ് കൊടുത്തിട്ടുള്ളത്. 75ാമത്തെ വയസ്സിൽ അദ്ദേഹം എന്ത് ചെയ്യും? മരണപ്പെടും. ആ 75 വയസ്സിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ സേവിങ്ങും ഡിസേവിങ്സും കൺസംഷനും ഒക്കെയാണ് നമ്മൾ നോക്കുക. ഇങ്ങനെ ലൈഫ് ടൈം അസ്യൂം ചെയ്തിട്ട് ഈ ലൈഫ് ടൈമിൽ അദ്ദേഹം നോക്കിയപ്പോൾ ഒരു വ്യക്തിയുടെ സേവിങ്സ് എന്ന് പറയുന്നത് എന്താണ്? 0 ആയിട്ടാണ് കാണുന്നത്. കാരണം ഒരു വ്യക്തി അദ്ദേഹം 1 വയസ്സ് മുതൽ 75 വയസ്സ് വരെ ജീവിക്കുന്നു. 75 വർഷം ജീവിച്ച ഒരു വ്യക്തിയുടെ സേവിങ്സ് എന്ന് പറയുന്നത് എന്താണ്? 0 ആയിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഒരു വ്യക്തി 15 വയസ്സിലാണ് ജോലിക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ എക്സാമ്പിൾ ആണ് എടുത്തിട്ടുള്ളത്. 75 വർഷം വരെ ജീവിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ 15ാമത്തെ വയസ്സിൽ ജോലിയിൽ പ്രവേശിക്കുന്നു. ആ 15ാമത്തെ വയസ്സ് വരെ നമ്മൾ ഡിപ്പെൻഡഡ് പോപ്പുലേഷനിൽ വരുന്നുണ്ട് അല്ലേ. 15 വയസ്സ് വരെ നമ്മൾ പാരൻസിനെയോ ഗാർഡിയൻസിനെയോ എല്ലാം ആശ്രയിച്ചാണ് എന്ത് വരുന്നത്? നമ്മൾ
വരുന്നത്. ഈ 15ാമത്തെ വയസ്സിൽ എന്ത് ചെയ്യാണ് ആ വ്യക്തി സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യാണ് ഫസ്റ്റ് ഏൺ ചെയ്യുമ്പോൾ ഇൻകം എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു ലെവലിലാണ്. ഇൻകത്തേക്കാൾ കൂടുതലായിരിക്കും കൺസംഷൻ. പിന്നെ ജോലി ചെയ്ത് ഇങ്ങനെ ഇൻകം കൂടിക്കൊണ്ട് വരുന്നുണ്ട്. ദെൻ 25ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ കൺസംഷനും ഇൻകവും ഈക്വൽ ആവും. 25ാമത്തെ വയസ്സ് വരെ 15 വയസ്സ് മുതൽ 25 വയസ്സ് വരെ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ കൺസംഷൻ കൂടുതലും ഇൻകം കുറവുമായിരുന്നു. ഇൻകം എന്ന് പറയുന്നത് കുറവും കൺസംഷൻ കൂടുതലുമായിരുന്നു. അതായത് അദ്ദേഹം ജോലി ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. ആ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യാണ് 25 വയസ്സ് വരെ അദ്ദേഹം ഡിസേവിങ് നടത്തുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ഇൻകം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കൺസംഷൻ തികയാതെ വരുന്നുണ്ട്. ഈ സമയത്ത് അദ്ദേഹം ഡിസേവിങ് നടത്തുന്നുണ്ട്. ഇനി ഇവിടെ നോക്കുക, ഇവിടെ A to B അല്ലെങ്കിൽ 25 വയസ്സ് മുതൽ 65 വയസ്സ് വരെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് സമ്പാദിക്കുന്നത്. അദ്ദേഹത്തിന്റെ ലൈഫിൽ 25ാമത്തെ വയസ്സ് മുതൽ 65ാമത്തെ വയസ്സ് വരെ അദ്ദേഹം സമ്പാദിക്കുന്നുണ്ട്, സേവിങ്സ് നേടുന്നുണ്ട്. ഈ സേവിങ്സ് ഇത്രയാണ് അല്ല, A to B എന്നുള്ളതാണ് ഈ സേവിങ്സ് എന്ന് പറയുന്നത്. ദെൻ 65ാമത്തെ വയസ്സിൽ അദ്ദേഹം റിട്ടയർഡ് ആവുന്നു. ദെൻ വീണ്ടും എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നു ഡിപ്പെൻഡൻസി സ്റ്റാർട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഇൻകം എന്ത് ഈ സേവിങ്സ് എല്ലാം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ ഈ ഒരു സേവിങ്സിന് വേണ്ടി ഡിസേവിങ്ങിന് വേണ്ടിയിട്ട് ഈ സേവിങ്സ് നിന്ന് പോകുന്നുണ്ടാവും. ഇവിടെ കടം വാങ്ങിയിട്ട് നമ്മൾ കൺസ്യൂം ചെയ്തതെല്ലാം എന്ത് ചെയ്യും ഈ സേവിങ്സ് നിന്ന് കടം വീട്ടും. അതുപോലെ തന്നെ ബാക്കി വരുന്ന സേവിങ്സ് എപ്പോൾ എടുക്കും അദ്ദേഹം 65 വയസ്സിൽ റിട്ടയർഡ് ആയതിനു ശേഷം അവിടെ എന്ത് വരുന്നുണ്ട് ഡിസേവിങ് വരുന്നുണ്ട്. കാരണം ഇൻകം വരുന്നില്ല, കൺസംഷൻ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ എന്തായിട്ട് മാറും സേവിങ്സ് എല്ലാം അങ്ങോട്ട് പോകും. അതായത് ഈ ഡിസേവിങ്സും സേവിങ്സും ഈക്വൽ ആയിട്ട് വരും. ഒരു വ്യക്തിയുടെ ഡിസേവിങ്സും സേവിങ്സും ഈക്വൽ ആയി വരും ഏർലി ഏജിൽ. അദ്ദേഹത്തിന്റെ 25ാമത്തെ വയസ്സ് വരെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ഡിസേവിങ് നടത്തുന്നുണ്ട്. ദെൻ ആഫ്റ്റർ 65 ഇയേഴ്സിലും അദ്ദേഹം ഡിസേവിങ് നടത്തുന്നുണ്ട്. ഇതെന്താവും ഈ സേവിങ്സിന് ഈക്വൽ ആയിട്ട് YY എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻകം. ആ വ്യക്തി ഏൺ ചെയ്യുന്ന ഇൻകമാണ് YY എന്ന് പറയുന്നത്. C' ആണ് എന്ത് പറയുന്നത് കൺസംഷൻ ലൈൻ എന്ന് പറയുന്നത്. 15ാമത്തെ വയസ്സിൽ ജോലിയിൽ പ്രവേശിച്ചിട്ട് അദ്ദേഹം ആദ്യം 0 ഇൻകം ഏൺ ചെയ്യും. പിന്നെ ഇൻകം എന്ത് ചെയ്യുന്നുണ്ട് കൂടി വരുന്നുണ്ട് അല്ലേ. 15 മുതൽ 25 വരെ ഇൻകം കൂടി വരുന്നുണ്ട്. ദെൻ കൺസംഷൻ അപ്പോൾ എന്തുണ്ട് നടക്കുന്നുണ്ട്. ഇൻകം 0 ആയിരുന്ന സമയത്തും കൺസംഷൻ നടക്കുന്നുണ്ട്. ഈ A എന്ന് പറയുന്ന പോയിന്റ് വരെ 25ാമത്തെ വയസ്സ് വരെ അദ്ദേഹം എന്താണ് ഡിസേവിങ്സ് ആണ് നടത്തുന്നത്. അതായത് കടം വാങ്ങിയിട്ടോ മറ്റു രീതിയിലൊക്കെയാണ് കൺസംഷൻ നടത്തുന്നത്. ഇൻകം എന്തിനു മതിയാവുന്നില്ല, കൺസംഷന് മതിയാവുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ ഡിസേവിങ്സ് നടത്തുന്നുണ്ട്. ഈ A എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട് കൺസംഷനും ഇൻകവും ഈക്വൽ ആവുന്നുണ്ട്. ദെൻ അതിനുശേഷം ഇൻകം കൂടി വരികയും കൺസംഷൻ അവിടെ തുടർന്നു പോവുകയും ചെയ്യുന്നുണ്ട്. ഇൻകം കൂടുമ്പോൾ അദ്ദേഹത്തിന് ഇൻകം കൂടുതലും കൺസംഷൻ കുറവുമാണ്. A to B എന്ന് പറയുന്ന സമയം വരെ പീരീഡ് വരെ, അതായത് 25 വയസ്സ് മുതൽ 65 വയസ്സ് വരെ അദ്ദേഹം സേവിങ് ഉണ്ടാക്കുന്നുണ്ട്. ഈ സേവിങ്സ് AHB എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ സേവിങ്സ് എന്ന് പറയുന്നത്. ഈ സേവിങ്സ് എന്ന് പറയുന്നത് എന്താണ് ഈ അദ്ദേഹത്തിന്റെ 25 വയസ്സ് മുതൽ 65 വയസ്സ് വരെയാണ്. ഇനി ഈ ബിയിൽ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഇൻകവും കൺസംഷനും ഈക്വൽ ആവുന്നുണ്ട്. അതിനുശേഷം കൺസംഷൻ തുടർന്ന് നിൽക്കുകയും Y കൺസംഷനേക്കാൾ കുറഞ്ഞ് ഡിസേവിങ് അവിടെ രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ BC എന്ന് പറയുന്ന ഇത്രയും പോർഷൻ BCY എന്ന് പറയുന്ന ഈ ഒരു പോർഷനും ACY എന്ന് പറയുന്ന ഈ ഒരു പോർഷനും AHB എന്ന് പറയുന്ന ഈ സേവിങ്ങിന് ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് ഡിസേവിങ്സും കൂടെ കൂട്ടിയാൽ സേവിങ്സിന് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൺസംഷൻ എന്ന് അദ്ദേഹത്തിന്റെ സേവിങ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അദ്ദേഹം എന്തെല്ലാം അദ്ദേഹത്തിന്റെ ലൈഫ് ടൈമിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഏൺ ചെയ്യുന്നുണ്ടോ ഇതെല്ലാം അദ്ദേഹം എന്ത് ചെയ്യും എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യും കൺസംഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് പ്രകാരം ഒരു വ്യക്തിയുടെ ഏജ് വെച്ചിട്ട് അദ്ദേഹം ജീവിക്കുന്ന കാലം മുതൽ അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹം എന്ത് ചെയ്യാണ് അദ്ദേഹത്തിന്റെ ഏർണിങ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എന്ത് തീരുമാനിക്കുന്നത് കൺസംഷൻ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് പറയുന്നത്. ഇതിൻ്റെതായിട്ടുള്ള ഒരുപാട് പോരായ്മകളുണ്ട്. ഇങ്ങനെ മെഷർ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. എത്ര കാലം വരെ ഒരാൾ ജീവിച്ചിരിക്കും എന്ന് പറയുന്നത് പ്രെഡിക്റ്റബിൾ അല്ല. അങ്ങനെ ഒരുപാട് ഷോർട്ട് കംസ് ഇതിന് ഉണ്ട്. ഇതാണ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിയറി എന്ന് പറയുന്നത് നമ്മുടെ മിൽട്ടൺ ഫ്രീഡ്മാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫ്രീഡ്മാൻ്റെ പെർമനന്റ് ഇൻകം ഹൈപ്പോത്തസിസ് ആണ്. എല്ലാ തിയറീസിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് കൺസംഷൻ തിയറീസ് ആയിട്ട് വരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസിനും ക്ലാസ്സസിനുമായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡിമാൻഡും നിങ്ങളുടെ കറക്ഷൻസും സജഷൻസും ഒക്കെ മെസ്സേജ് ത്രൂ എന്നെ അറിയിക്കുക. താങ്ക് യു ഫോർ ലേണിംഗ് വൺസ് അഗൈൻ.